ഇതിലും സിമ്പിളായിട്ട് തന്നെ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് അത്രയ്ക്കും എളുപ്പമാണ്. ഇത് പണ്ട് സ്കൂളിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ട്രെയിനിങ് ടീച്ചേഴ്സ് 2 മാസത്തേക്കൊക്കെ ആയിട്ട് ക്ലാസ് എടുക്കാൻ വരും. അപ്പോൾ അവരുടെ ക്ലാസ് കഴിഞ്ഞ് പോകുന്ന ലാസ്റ്റത്തെ ദിവസം അവരെന്തെങ്കിലും കുട്ടി ക്രാഫ്റ്റുകൾ ചെയ്യാൻ പഠിപ്പിക്കും. അങ്ങനെ പഠിപ്പിച്ച ഒരു പൂ ഉണ്ടാക്കലാണ് ഇത്. ഇതാണെങ്കിൽ വളരെ എളുപ്പമാണ്, കുറേ പേർക്ക് അറിയുന്നതായിരിക്കും. കാരണം അത് അത്ര എളുപ്പമാണ്. ടിഷ്യൂ പേപ്പർ എടുക്കുക, 2ആയിട്ട് കട്ട് ചെയ്യുക, അതൊന്ന് ഒരുമിച്ച് വെച്ചിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ സെൻറ്ററിൽ ഒരു കമ്പി വെച്ച് പിന്നെ ആ ഇതളുകളൊക്കെ ഒന്ന് വിടർത്തി കൊടുക്കുക. അത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. പിന്നെ കുറേ കുട്ടികൾ ചോദിക്കുന്നുണ്ട് എന്നാണ് ഇനി അടുത്ത ഗിവ് അവേ എന്ന്. ഞാൻ വിചാരിക്കുന്നത് 500 സബ്സ്ക്രൈബേഴ്സിന് എന്നാണ് ക്രോസ് ചെയ്യുന്നത് അപ്പോൾ ഗിവ് അവേ ചെയ്യാമെന്നാണ്. നമ്മൾ വേഗം തന്നെ 500 ആയിരിക്കും. പിന്നെ വേറൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് പോലെ ടോപ്പ് കമൻറ്റർക്കും ഞാൻ കൊടുക്കാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട്. വേറെ ഒന്നുമില്ല, നമ്മളിടുന്ന വീഡിയോസിൻ്റെ അടിയിൽ സ്ഥിരമായിട്ട് കമൻറ്റ് ഇടുന്ന കുറേ പിള്ളേരുണ്ട്. അവർക്കും കൂടെ അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ട് അവർക്കും കൂടെ ഗിഫ്റ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പറഞ്ഞത് അവിടെ ഫ്ലവർ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ. കാരണം അത് അത്രയ്ക്ക് എളുപ്പമാണ്. അധികം സമയം പോലും എടുക്കില്ല, ഒരു 10 മിനിറ്റ് പോലും ഇത് എടുക്കില്ല ഉണ്ടാക്കാൻ, അത്ര എളുപ്പമാണ്. പിന്നെ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഹായ് പറയാൻ വേണ്ടിയിട്ട് കുറച്ച് പിള്ളേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോഷ്വ, നിഷ്വ, നീസക്, നവാസിസ് ഇവരൊക്കെയാണ് അവർക്കൊക്കെ സ്പെഷ്യൽ ഹായ്.